Hi, welcome to the show. ഇന്ന് നമുക്ക് കവർ ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ എംപ്ലോയീസിന് സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് ഫസ്റ്റ് വരേണ്ട ഓപ്ഷൻ പേറോൾ ആണ്. അതിനകത്ത് സാലറി അഡ്വാൻസിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് രീതിയിൽ സാലറി അഡ്വാൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒന്നിനെ നമുക്ക് ബൾക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് എംപ്ലോയീസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് എംപ്ലോയിക്ക് അലോക്കേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരാം. അതുപോലെ ഏത് മന്തിലെ സാലറിയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത് മന്ത് സെലക്ട് ചെയ്യാം. ആൻഡ് എത്രയാണ് നമ്മുടെ അഡ്വാൻസ് എമൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ആൻഡ് ഇതിനൊരു റിമാർക്സും അതേപോലെ പേയ്മെൻറ്റ് ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മന്തിലെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഈ എംപ്ലോയി സാലറി അഡ്വാൻസ് നമ്മൾ കൊടുത്തേക്കുന്നതിൻ്റെ ഡേറ്റ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ മന്തിൽ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിഡക്ഷൻ ആയിട്ടായിരിക്കും കാണിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ബൾക്കായിട്ട് ഒരു ബ്രാഞ്ചിലെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാവരും അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിനായി ജസ്റ്റ് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഓൾ എംപ്ലോയീസ് വേണമെങ്കിൽ നമുക്ക് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ബ്രാഞ്ചാണ് വേണമെങ്കിൽ ആ ബ്രാഞ്ച് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാലറി അഡ്വാൻസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഷീറ്റ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ ഈ അഡ്വാൻസ് എമൗണ്ട് എത്രയാണ്, അതേപോലെ അഫക്റ്റഡ് മന്ത് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഷീറ്റ് ഡയറക്റ്റ്ലി ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് വൺസ് നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ അനുസരിച്ച് നമ്മൾ സാലറി പ്രോസസ്സിംഗ് ടൈമിൽ അത് ഏതൊക്കെ എംപ്ലോയീസിനാണ് നമ്മൾ ലോൺ സാലറി അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് ആ എമൗണ്ട് എല്ലാം ഡിഡക്ഷനായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് സാലറി അഡ്വാൻസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.